Take textbook firstly. We are studying about the skeleton, isn't it? Skeleton till how much we reached? So functions of skeleton. First one is it gives support to our body that we studied, isn't it? Then second one is protection. Protection. Here protection mention the internal organs which are very delicate should be protected because we know that if we may fall anywhere or if anything hit like that way, those internal organs may get hurt. So these organs they are very delicate and they are protected by our skeletons. For example, lungs and all. Lungs are protected around our protected by our ribs and all. Okay. നമുക്ക് അങ്ങനെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ സ്കെൽട്ടൺ. നെക്സ്റ്റ് മൂവ്മെന്റ്. Who has Sri Vishnu, please mute yourself. So movement, though the individual bonds are hard, several of them can move at places where they are joined to other bonds. We studied that in the last class. Even though our bonds are very hard, we can move them. We can make a movement at the places of joints. ഈ ജോയിന്റുകളുടെ ഇത് ഹാർഡാണ് നമ്മുടെ ബോൺസ് എങ്കിൽ പോലും നമ്മുടെ ഹാൻഡിന്റെ ഓരോ പാർട്ടിന്റെയും ബോൺസില് ജോയിന്റിന്റെ അവിടെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് ഒറ്റ ബോൺസ് ആയിട്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ ഇരുന്നേനെ. വി കനോട്ട് ടേക്ക് എനിത്തിങ്, വി കനോട്ട് ഈറ്റ് എനിത്തിങ്, അങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. കാരണം നടക്കാൻ പറ്റുമോ? കാലിന്റെ മുട്ട് വളച്ചാലേ നമുക്ക് നടക്കാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ഒരു ജോയിന്റ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? വി കനോട്ട് വാക്ക്, വി കനോട്ട് സിറ്റ്, വി കനോട്ട് ഗെറ്റ് അപ്പ് ഫ്രം ആഫ്റ്റർ സിറ്റിംഗ്, വി കനോട്ട് ഈറ്റ് എനിത്തിങ്, വി കനോട്ട് ഹോൾഡ് എനിത്തിങ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഈ ജോയിന്റ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എല്ലാ മൂവ്മെന്റ്സും പോസിബിൾ ആയിരിക്കുന്നത്. That is why you can move your arms, legs, fingers and many other parts of our body. So since joints are there in our body, we are able to move the parts of our body. ജോയിന്റുകൾ ഉള്ളത് കൊണ്ട് നമ്മുടെ കാലിന്റെയും കൈയുടെയും ശരീരത്തിന്റെ മൊത്തം ഭാഗത്തെ ജോയിന്റുകൾ നമ്മളെ ഓരോ പാർട്ടും മൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒന്ന് നേരെ പോകേണ്ടത് കഴുത്തൊന്നും തിരിക്കാൻ പറ്റത്തില്ല, സൈഡിലുള്ളതോ എങ്ങനെ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. സപ്പോസ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം എന്ന് വിചാരിക്കുക. റോഡ് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമ്മൾ വി ഹാവ് ടു ലുക്ക് ഫോർ സൈഡ്സ് ഓൾസോ. 4 സൈഡിലും നോക്കണം വാഹനങ്ങൾ വരുന്നുണ്ടോ ഇല്ലോ എന്ന്. then only we have to cross. If we are not able to move our neck like this way or like this way or like back side and all, how could I be able to cross the road very easily? No, it will not be possible. Possible means just we are looking forward, that's all, isn't it? If we want to turn this side, then we have to turn the direction itself, position itself നമുക്ക് തിരിയേണ്ടതായിട്ട് വരും. അങ്ങനെ 4 സൈഡിലേക്കും തിരിയേണ്ടതായിട്ട് വരുന്നു. ഇറ്റ് ഈസ് വെരി നൗ വി ആർ കംഫർട്ടബിൾ. ആ നിൽക്കുന്ന പൊസിഷനിൽ തന്നെ നെക്ക് മാത്രം തിരിച്ചാൽ മതി. ദിസ് സൈഡ്, ദിസ് സൈഡ്, ദിസ് സൈഡ്, ദാറ്റ് സൈഡ്, isn't it? Okay, നമുക്ക് അങ്ങനെ ക്രോസ് ചെയ്യാൻ പറ്റും അല്ലേ. So each part of our body is joined with the joints, and that's what we are able to move the parts. Okay, next one is making blood cells. Bones are hard from outside, but they are soft and spongy on the inside. Our bones are very hard, isn't it? When we hold like this, it is very hard. ഒന്ന് പിടിച്ചു നോക്കിയാൽ നമ്മുടെ കൈയുടെ കാലിന്റെ ഒക്കെ എല്ലുകൾ ഭയങ്കര കട്ടിയാണ് അല്ലേ. But inside it is spongy and very soft. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭാഗമുണ്ട്, വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പൊ ഒന്ന് നോക്കൊന്നും വേണ്ട, കാരണം കൈ കട്ട് ചെയ്ത് മുറിച്ചു നോക്കിയാലല്ലേ കാണാൻ പറ്റുള്ളൂ അത്. അതുകൊണ്ട് ആരും ആ പരീക്ഷണത്തിനൊന്നും പോകണ്ട കേട്ടാ. ഓക്കെ, bones are hard from outside, but they are soft and spongy on the inside. The inside of bones contains a soft substance called bone marrow. ഇനി നമ്മളുടെ ഈ എല്ലുകളുടെ ഒക്കെ ഉള്ളില് വളരെ സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഭാഗമുണ്ട്. That is known as a bone marrow, and bone marrow will help to produce blood cells. നമ്മുടെ ബ്ലഡ് സെല്ലുകൾ ഉണ്ടാകുന്നത് എവിടെയാണ്? ഈ ബോൺ മാരോയിലാണ്. അതുകൊണ്ടാണ്, അതായത് ഈ ബ്ലഡ് സെൽസ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ നമ്മുടെ ബോൺസിന്റെ ഉള്ളിൽ വെച്ചായതുകൊണ്ടാണ്
അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് ആയിട്ടുള്ള ബോൺസ് ഉണ്ടാകുന്നത്. മനസ്സിലായോ? നമ്മുടെ ലങ്സിനും കിഡ്നിക്കും ലിവറിനും ഒക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ ബോൺ മാരോ, അതായത് ബ്ലഡ് സെൽസ് ഉണ്ടാകുന്ന ആ ബോൺ മാരോയ്ക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് നമ്മുടെ ബോൺസ് ആണ്. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ദി ഹ്യൂമൻ സ്കെൽറ്റൻ. The human skeleton has 4 basic parts: the skull, the backbone or the spine, the ribs and the limbs. നമ്മുടെ ശരിക്കും ഒരു സ്കെൽറ്റന്റെ മെയിൻ ആയിട്ടുള്ള 4 പാർട്സ് എന്ന് പറയുന്നത്, one is skull, second one is ribs. നമ്മുടെ ribs എന്ന് പറയുന്നത് ഈ ഫ്രണ്ടിലുള്ള ഇതില്ലേ, ribs. നെക്സ്റ്റ് our backbone or spine, backbone. പിന്നെ നമ്മുടെ limbs, കൈയും കാലും. ഇത്രയാണ്. These are the 4 main parts of a skeleton. Skeletonന്റെ 4 ഭാഗങ്ങൾ. ഫസ്റ്റ് വൺ ഈസ് ബ്രെയിൻ. ബ്രെയിനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സ്കൾ. സ്കളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെരി വെരി ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്, വിച്ച് ഈസ് ദാറ്റ് ബ്രെയിൻ. നമ്മുടെ തലച്ചോറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സ്കള്. നെക്സ്റ്റ് സെക്കൻഡ് വൺ റിബ്സ്. റിബ്സ് പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തിനാണ്? ഹാർട്ട് ആൻഡ് ലങ്സ്. ഹാർട്ടിനെയും ലങ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗമാണ് റിബ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ ബാക്ക് ബോൺ. ബാക്ക് ബോൺ ഓർ സ്പൈൻ, നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റഡ് ആണ്. അത് പ്രൊട്ടക്ട് ചെയ്യുന്ന പോർഷൻ ഏതാണ്? നട്ടെല്ല്. Anybody knows? Spinal cord. That is known as a spinal cord. Spinal cord. Yes, നൂല് പോലെയുള്ള സാധനം. പക്ഷെ ആ നൂലിന് ഭയങ്കര എന്താ പറയുന്നത്, പവർഫുൾ ആണ് കേട്ടോ. പവർഫുൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സപ്പോസ് നമ്മളൊരു ഉയരത്തിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിന് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ നമ്മൾ ലൈഫ് ലോങ് ബെഡ് റിഡൻ ആയിരിക്കും, എഴുന്നേക്കാൻ പറ്റത്തില്ല. കാരണം ശരീരത്തിലേക്കുള്ള എല്ലാ എന്താ പറയുന്ന കണക്ഷൻസും വിട്ടുപോകുന്നത് പോലെയാണത്. ഈവൻ ബ്രെയിൻ എന്തെങ്കിലും സംഭവിച്ചാൽ ബ്രെയിൻ ഡെത്ത് ആകുന്നു. ഹാർട്ടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിക്കോ? ഇല്ല. ലങ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ജീവിക്കോ? ഇല്ല. അപ്പൊ ഇതുപോലെ എല്ലാ ഓർഗൻസും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഓരോന്നിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ്. സോ സ്കൾ, ദെൻ ബാക്ക് ബോൺ, ദെൻ റിബ്സ് ആൻഡ് ലിംസ്. ലിംസ് എന്ന് പറയുമ്പോൾ കൈയും കാലുമാണ് ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കാം, ഓരോന്നും കാണുന്നുണ്ട് അല്ലെ. നെക്സ്റ്റ് പേജ് എടുത്തേ. സ്കള്. ഫസ്റ്റ് വിൽ സ്റ്റഡി അബൌട്ട് സ്കൾ. The skull is the bony structure that surrounds and protects your brain. It contains holes for your eyes, ears, nose and mouth. The upper part is made up of 8 flat bones joined together. The face and jaw contains 14 bones. Your teeth are fixed to the jaw bones. The lower jaw bone is the only movable bone in the skull. It enables you to chew your food and talk. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് 5th സ്റ്റാൻഡേർഡിൽ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് അല്ലേ? ലാസ്റ്റ് ഇയർ യു ഹാവ് സ്റ്റഡിഡ് ഓൾ ദിസ്. എന്താ ജുവാനക്കുട്ടിയെ വളരെ ഹാപ്പിയാന്ന് തോന്നുന്നേ? ജുവാന, you are smiling? Are you so happy today? ഒന്നും കേൾക്കുന്നില്ല. ഹെഡ്ഫോൺ എടുത്ത് മാറ്റിക്ക, എന്നിട്ട് വല്ലതും പറഞ്ഞേ, എന്നാലെങ്കിലും കേൾക്കുമോ നോക്കട്ടെ. കേട്ടോ? ആ സാധനം മാറ്റി, ഇപ്പം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ്. Could you hear what I was telling? But I couldn't hear from anything from you. മിസ്സേ, എവിടുന്ന് എന്തൊക്കെയൊക്കെ ഒച്ച കേൾക്കുന്നേ ഇപ്പോഴും. എന്ത് സൗണ്ട്? എന്തൊക്കെയോ ഒച്ച. വീട്ടിൽ ആരെങ്കിലും ഉണ്ടാ? ആരുമില്ലേ? Then what sound? എനിവേ, ശരി. ഞാൻ നോക്കുമ്പോ നീ തന്നെ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, സോ സ്കള്ളിനെ കുറിച്ച് നമ്മള് 5th സ്റ്റാൻഡേർഡിൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണെന്ന് തോന്നുന്നു അല്ലേ? 5th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് സെമസ്റ്ററിലും കണ്ടുണ്ട് അല്ലേ? യെസ്. ഓക്കെ, skull is the bony structure that surrounds and protect our brain. ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഈ തലയുടെ മൊത്തം ഭാഗത്തിനാണ് നമ്മൾ സ്കൾ എന്ന് പറയുന്നത്. നമ്മുടെ ഫേസ് ഇൻക്ലൂഡിങ് ഫേസ്, നോസ്, ഐസ്, ഇയേഴ്സ് ആൻഡ് ഓൾ അതിനകത്ത് പെടുന്നതാണ് സ്കളിനകത്ത്. ഓക്കെ,
and it contains a holes for our eyes. കണ്ണിന് ഒരു ഹോൾസ്, പിന്നെ നോസിന്, ഇയേഴ്സ് ആൻഡ് മൗത്ത്, ഇതിനെല്ലാം ഉണ്ട്. നമ്മൾ ആ സ്കള്ളിന്റെ ഇത് നോക്കിക്കേ, കണ്ണിന്റെ അവിടെ നമ്മുടെ കണ്ണിന്റെ ഇതെല്ലാം നമ്മൾ കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? മരിച്ചു കഴിഞ്ഞാല് എല്ലാം മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് പോകും, അലിഞ്ഞു പോകും അല്ലെ. പിന്നെ നമ്മുടെ ബോൺസ്, അപ്പൊ അവിടെ ഒക്കെ കണ്ണിന്റെ അവിടെ ഒരു ഹോളാണ്, പിന്നെ ചെവിയുടെ അവിടെ ഒരു ഹോള്, പിന്നെ മൂക്കിന്റെ അവിടെ ഒരു ഹോള്, then in the mouth. Anyway, looks so beautiful അല്ലേ? ആ സ്കള്ള് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗി തോന്നും. ഇങ്ങനെയൊക്കെ ഇരിക്കും നമ്മളൊക്കെ കുറച്ച് കാലം കഴിയുമ്പോ കേട്ടോ. Okay, ഇപ്പൊ നമ്മള് we look so beautiful, isn't it? We look so beautiful, handsome boys and beautiful girls. But what will happen? നമ്മൾ ഒരു നാൾ ഇങ്ങനെയൊക്കെ ആകുന്നതാണ്. Okay, so there are holes in there is holes in the skull, where instead of eyes ന്റെ അവിടെ, നോസിന്റെ അവിടെ, nostrils, ears and mouth. Next, the upper part is made up of 8 bones, flat bones joined together. മേളിലേക്ക്, അതായത് തലച്ചോറ് ഇവിടെ 8 bones joined together, and അത് ഇങ്ങനെ കിടക്കുന്ന ബോൺസുകളാണ്. നമ്മുടെ തലച്ചോറിന്റെ അല്ലെ നമ്മുടെ സ്കെല്ലിലുള്ള ബോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ ജോയിൻ ചെയ്ത് കിടക്കുന്നതാണ്. ഇങ്ങനത്തെ നേരെ ഉള്ളതല്ല. കാരണം ഇങ്ങനെ കിടന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ഇങ്ങനത്തെ ബോൺസ്. ആരാ നിന്റെ കൂടെയുള്ള അർജുനെ? അനീതിയാണത്? ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചെന്നാൽ ഒരു മൂവ്മെന്റും നമ്മുടെ ബ്രെയിൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എന്തെങ്കിലും സംഭവിച്ച ഏതെങ്കിലും രീതിയിൽ നമ്മുടെ ബോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഒരു മൂവ്മെന്റ് പോലും നമ്മുടെ ബ്രെയിൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൽ ഉള്ള ബോൺസ് എല്ലാം ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന, ഇങ്ങനെ ജോയിൻ ചെയ്ത് കിടക്കുന്നതാണ്. ആൻഡ് our face and jaw contains 14 bones. അപ്പൊ ഇവിടെ 8 ബോൺസും പിന്നെ നമ്മുടെ ഫേസിൽ 14 ബോൺസും ആണുള്ളത്. ഇതെല്ലാം ക്ലിയർ ആയിട്ട് 5th സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചതാണ്. സോ ഇൻ ദ ഫേസ് there are 14 bones and there are 8 bones on the skull, means on the upper part. And നമ്മുടെ പല്ലുകളൊക്കെ എന്ന് വെച്ചാല് your teeth is fixed to jaw bones. ജോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്താ പറയുക, എന്തോ സൗണ്ട്. ഇവിടെ ഒരു സൗണ്ടും കേൾക്കുന്നില്ല. ഇവിടെ എനിക്ക് ബൈക്ക് പോകുന്നുണ്ട്, നിന്റെ റോഡിൽ കൂടെ പോകുന്നതായിരിക്കും. ഇതെന്താ ഇന്ന് മൊത്തത്തിൽ എല്ലാവർക്കും ഒരു സൗണ്ടിന്റെ പ്രശ്നം? ഇപ്പൊ ഇവിടെ ബോൺസിന്റെ സ്കള്ളിന്റെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ, സ്കെൽറ്റൻ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ പേടിയാകുന്നുണ്ടോ? റോഡില്ല എന്റെ പൊന്നു മോനെ. ഇവിടെ നമ്മളെ ക്ലാസ്സിന്റെ മേലത്തെ ക്ലാസ്സില് 2ാമത്തെ നിലയിലുള്ള, ഇവിടെ വണ്ടിയൊന്നും ഇല്ലതാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ സ്കെൽറ്റന്റെ കാര്യം സാരില്ല, നിന്റെ ബോഡിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. സ്കെൽറ്റനൊക്കെ പഠിപ്പിച്ചപ്പോഴത്തേക്ക് നിങ്ങക്ക് സൗണ്ട് ഒക്കെ കേൾക്കാൻ തുടങ്ങിയല്ലേ? പേടിയാവുന്നുണ്ടാടാ? ആ, ചെലപ്പോ അങ്ങനെയായിരിക്കും. ശരി. So our face, how many bones are there on your face? 14 bones are there. Can you count how many bones are there on your face? Check ചെയ്ത് എവിടെയൊക്കെ ഏതൊക്കെ ബോൺസ് ഉണ്ട്. ഒരു 14 ഒരു 5 കണ്ടുപിടിക്കാൻ പറ്റുമോ ബോൺസ് നിങ്ങൾക്ക് ഫേസില്? ഇല്ല. Okay, 14 bones are there on our face and 8 bones are there on the top part, means upper part of the skull. And our teeth are joined to our jaw bones. അതായത് നമ്മുടെ ഈ മോണകളിൽ എന്താ നിങ്ങൾ പറയുന്നേ? അണപ്പല്ലെന്നൊക്കെ പറയല്ലോ, മോണ. ഇതും ഞങ്ങൾ മോണെന്ന് പറയുന്നത്, ഓരോരുത്തരും ഓരോ പേരിൽ പറയുന്നുണ്ട്. ജോസ്. ഓക്കെ, ഇപ്പൊ ഈ മോളത്തെ ഈ ഇവിടുത്തെ ബോണിനോടും താഴത്തെ നമ്മുടെ ഈ ബോണിനോടും ചേർന്നിട്ടാണ് നമ്മുടെ teeth are connected. And the lower jaw is the bone, the only one bone that we can move. നമ്മുടെ ഈ സ്കള്ളിലുള്ള ഒറ്റ ഒരു ബോൺ, ഈ ഒരു ബോൺ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു ബോണും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചാണ്. നമ്മുടെ വായിലുള്ള ഈ ഒറ്റ ഒരു ബോൺ മാത്രമേ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അനക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതൊക്കെ
കറങ്ങാൻ പാടില്ലല്ലോ, വേഗത്തില്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഈ മൂവ്മെന്റ് വിൽ ഹെൽപ്പ് us to chew the food. നമ്മുടെ ഫുഡ് ചവച്ചരയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഏത് അപ്പറല്ല, ഡൗൺ പാർട്ട് ഓഫ് ദ ജോ. നമ്മുടെ ഈ താഴത്തെ ഇവിടുത്തെ ബോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, നമുക്ക് ചവച്ചരയ്ക്കാൻ. നമ്മുടെ മുകളിലത്തെ ഭാഗം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ. നിങ്ങൾ വായിൽ എന്തെങ്കിലും ഫുഡ് ഇട്ട് ചവച്ചരയ്ക്കുമ്പോൾ താഴെ വേണം, മോള് ഭാഗം അനങ്ങുന്നുണ്ടോ? ഒന്ന് കണ്ണാടി പോയി നോക്കണം കേട്ടോ. അടുത്ത ക്ലാസ് കണ്ണാടി പോയി നോക്കണം. നിങ്ങളുടെ വായിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഇങ്ങനെ ചവച്ചരയ്ക്കുന്നത് നിങ്ങൾ പോയിട്ട് കണ്ണാടി പോയി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഡൗൺ പാർട്ട് മാത്രമേ മൂവ് ചെയ്യുള്ളൂ, അപ്പർ പാർട്ട് മൂവ് ചെയ്യത്തില്ല. ഓക്കെ, so the lower jaw bone is the only movable bone in the skull. It enables you to chew your food and talk. സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗമാണ് അനങ്ങുന്നത്. ഇത് അനക്കാൻ പറ്റത്തില്ലായിരുന്നു, നമുക്ക് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? വാ തുറക്കാൻ പറ്റുമോ? ഇല്ല. അർജുനാന്റെ വാ വലിയ കാര്യമായിട്ട് പൊളിക്കുന്നു. ക്ലാസ് ശ്രദ്ധിച്ചോണേ. ആ കൂടെയുള്ളവരൊക്കെ അനങ്ങാതിരുന്നോണം. കാരണം ഇവൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അവനോ തരികിടയാണ്. ആ കൂടി ആൾക്കാരും കൂടി തരികിട ആകുമ്പോഴത്തേനും മൊത്തം എല്ലാം അങ്ങനെയായി പോകും കേട്ടോ അർജുൻ. ഓക്കെ, ലിസൺ ഇൻ ദ ക്ലാസ്. സോ നമുക്ക് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ ഫുഡ് ച്യൂ ചെയ്യുന്നതിനും ഈ മൂവ്മെന്റ് ഓഫ് ദ ലോവർ ജോ വിൽ ഹെൽപ്പ്. And next one is backbone or spine. See here, ഇത് വെർട്ടിബ്രയുടെ പിക്ചർ തന്നിട്ട് നമ്മുടെ ബാക്ക്ബോൺ എല്ലാവരും ഉണ്ട്. ഒന്ന് ബാക്കിൽ ഒന്ന് തൊട്ട് നോക്കിക്കേ, നിങ്ങളുടെ സ്വന്തം ബാക്കിലും തൊട്ട് നോക്കിക്കേ. ബോണിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ബാക്ക്ബോണിൽ, അല്ലെ? Press and move your fingers along the center of the back of a friend. Can you feel a long hard body structure which is not very smooth? This is the backbone. It is not smooth because it is made up of a number of small bones. ഇനി നമ്മുടെ നിങ്ങളുടെ അടുത്ത് അല്ലെ ക്ലാസ് കഴിഞ്ഞിട്ട് മതി, കാരണം ഇപ്പൊ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോയാൽ നമ്മുടെ ടൈം പോകും. അപ്പൊ നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആരുടെയെങ്കിലും ഒരു നമ്മുടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഭാഗം ബാക്കിലായതുകൊണ്ട് കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൈക്ക് അത്ര നീളം കിട്ടുള്ളൂ. ബട്ട് യു ക്യാൻ ടച്ച് ആൻഡ് എക്സ്പീരിയൻസ് ദ ബാക്ക് ബോൺ ഓഫ് യുവർ ഫ്രണ്ട് ഓർ ബ്രദർ ഓർ സിസ്റ്റർ. ആതിര ഈസ് ഡൂയിങ് എക്സ്പെരിമെന്റ് ദർ. ആതിരാസ് ബ്രദർ. ഓക്കെ, so backbone from here, നെക്കിന്റെ അവിടെ മുതൽ താഴെ വരെ നോക്കണം കേട്ടോ ആതിര. നമ്മള് ബാക്ക്ബോൺ ചെക്ക് ചെയ്യുമ്പം നടുഭാഗം മാത്രമല്ല, ഫ്രം നെക്കിന്റെ അവിടെ മുതൽ താഴെ വരെ മൊത്തം വരുന്നതാണ് ഈ ബാക്ക്ബോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ്, നോട്ട് സോഫ്റ്റ്, ബിക്കോസ് ദേ ആർ മേഡ് അപ്പ് ഓഫ് മെനി ബോൺസ്. സീ ഹൗ മെനി ബോൺസ് ആർ ദേർ എന്ന് നോക്കിയേ. ഇത്രയും ചെറിയ ബോൺസുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. The backbone consists of 33 small bones called vertebra. Total is 33 are there. The vertebrae are joined to each other. The joints allow slight movement of the vertebra. This is why you can bend and twist your back. The backbone is attached to the base of the skull. And see, ഇതിന്റെ ഒന്നിന്റെ ഇടയ്ക്ക് ഓരോന്നിന്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട് അല്ലേ? ഓരോ വെർട്ടിബ്രയുടെ ഇടയ്ക്കും ഗ്യാപ്പ് ഇല്ലേ ഈ 33 ബോൺസിന്റെ ഇടയ്ക്ക്? സോ ദിസ് ഗ്യാപ്പ് വിൽ allow us to move and bend, കുനിയാനും നിവരാനും അതുപോലെ തന്നെ പിന്നെന്താ ട്വിസ്റ്റ്, നമുക്കിങ്ങനെ ബാക്ക് ഇങ്ങനെ തിരിക്കാനും അതിനൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ നോക്കിയാൽ നിങ്ങളൊക്കെ കരാട്ടൊക്കെ കളിക്കുന്ന നിങ്ങളിങ്ങനെ തലയും കുത്തിയൊക്കെ നിൽക്കാറില്ലേ? ബാക്കിലേക്ക് തല കുത്തിയല്ല, ബാക്കിലേക്ക് തല വെച്ചിട്ടൊക്കെ നിൽക്കാറില്ലേ? ഓക്കെ, ഇതെല്ലാം പോസിബിൾ ആവും നമ്മുടെ ബാക്ക് ബോണിന്റെ ഈ പറഞ്ഞ വെർട്ടിബ്രയിലുള്ള ഗ്യാപ്പ് മൂലമാണ്. This is why you can bend and twist your back. The backbone is attached to the base of the skull. ഈ സ്കള്ളിന്റെ അവിടുന്ന് നിങ്ങളുടെ കഴുത്തിന്റെ ഇവിടെ ഒന്ന് തൊട്ട് നോക്കിക്കേ. ഇവിടെ എന്തോ ഒരു കുഴിയും അത് കഴിഞ്ഞിട്ട് താഴോട്ടാണ് ബാക്ക് ബോൺ വരുന്നത് അല്ലെ? ജസ്റ്റ് ടച്ച് ആൻഡ് സീ യോർ നെക്കിന്റെ ഇവിടുന്ന് നമുക്ക് തോന്നില്ല, അവിടെ ഒരു ജോയിന്റ് ഇതിന് താഴത്തോട്ട് ജോയിന്റ് ആയതുപോലെ തോന്നുന്നില്ലേ? ഓക്കെ, സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്കല്ലുമായിട്ട് കണക്റ്റഡ് ആണ്. It forms the central supporting rod for the skeleton. Each vertebra has a hole in it. The delicate organ of your body is called spinal cord passes through these holes. So ഈ വെർട്ടിബ്രയിൽ കൂടിയാണ് നമ്മുടെ spinal cord pass ചെയ്യുന്നത്. The backbone protects the spinal cord. The backbone is also called the spine or the vertebral column.
വെർട്ടിബ്രൽ കോളം എന്ന് വിളിക്കാൻ കാരണം വെർട്ടിബ്രയിൽ ആണ് ഇത്. ഈ ചെറിയ ചെറിയ ബോൺസിനാണ് വെർട്ടിബ്ര എന്ന് പറയുന്നത്. ആൻഡ് സ്പൈൻ എന്ന് പറയും കാരണം സ്പൈനൽ കോഡ് ഈസ് പാസിംഗ് ത്രൂ ദാറ്റ് ആൻഡ് ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്പൈനൽ കോഡ്. ഈ ബോൺസിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഉള്ളത്. പിന്നെ നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫാക്ട് ഹിയർ. The only bone in the human body not connected to another is hyoid, a V-shaped bone located at the base of the tongue. Instead, it is connected to the skull by ligaments and muscles. ഇനി hyoid ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. See, this is a hyoid. Hyoid എന്ന് പറയുമ്പോൾ നമ്മുടെ ടങ്ങിന്റെ നമുക്ക് കാണാൻ പറ്റില്ല ഉള്ളിലാണ് ടങ്. അതായത് ഈ ചിത്രത്തിലൊക്കെ നോക്കിക്കേ, ടങ്ങിന്റെ അവിടുന്ന് ജോയിന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, see this ടങ്ങിന്റെ അവിടുന്ന് കാണുന്നതാണ് ഇത് hyoid bone എന്ന് പറഞ്ഞത്. ഇതാണ് ഈ സാധനം. Can you see this? Okay. And the only bone in the human body not connected to another is a hyoid. ഒരെണ്ണത്തിൽ നിന്ന് വേറെ ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. ഇത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള മറ്റു ബോൺസുമായിട്ട് ജോയിന്റ് ആകാത്ത ഒരേ ഒരു ബോൺ എന്ന് പറയുന്നത് hyoid ആണ്. A V-shaped bone located at the base of the tongue. ടങ്ങിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ടങ്ങിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു V ഷേപ്പിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബോൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്കൾ. സ്കല്ലുമായിട്ട് കണക്റ്റഡ് ആണ് by a ligament and muscles. Its function is to support the tongue and its muscles. Its name is derived from the Greek word hyoids, meaning shaped like the letter epsilon. അതായത് ഇതിനൊരു ഗ്രീക്ക് വേർഡിന്റെ മീനിങ് ആണ്. അതായത് ഹോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എപ്സിലോൺ, അതായത് ഈ പോലെ ഒരു അക്ഷരം ഇല്ലേ, അത് ഗ്രീക്ക് ലെറ്റർ ആണ്. നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട. ഗ്രീക്ക് ലെറ്റർ നമ്മുടെ ABCD പോലെ ഇംഗ്ലീഷിൽ ഗ്രീക്കിലുള്ള ഒരു അക്ഷരത്തിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ട് അവർ അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിന് മറ്റു ബോൺസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓൺലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ സ്കൾ വിത്ത് ലിഗ്മെന്റ്സ് ആൻഡ് മസിൽസ്. ആൻഡ് ഇതിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ടങ്ങിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് അർജുൻ, ഞാൻ 1-2 തവണ പറഞ്ഞേ, ക്ലാസ്സിന്റെ സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക പ്രോപ്പർ ആയിട്ട് ഇരുന്നിട്ട്. അവിടെ ഞാൻ കളിത്തമാശകളൊന്നും അനുവദിക്കുന്നതല്ല. മനസ്സിലായോ? ആ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് സമയത്ത് നമ്മുടെ ക്ലാസ് ഇപ്പൊ തീരും, ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ കേട്ടോ. ഓക്കെ, ശരി. സോ നെക്സ്റ്റ് വൺ ഈസ് റിബ് കേജ്. നമ്മുടെ ടങ്ങിൽ ഇതുണ്ടോ, ബോൺസ് ഉണ്ടോ? ടങ്ങിൽ ബോൺസ് ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഉണ്ട്. ടങ്കിലില്ല. ഓർപ്പിക്കട്ടെ ഏതെങ്കിലും? ടങ്കിലില്ല സാർ, ഉറപ്പിച്ചു. ലോക്ക് ചെയ്യാം. ടങ്കിലില്ല. ടങ്ങിന്റെ അടിയിലും അങ്ങ് ദൂരെ അവിടെ. The tongue is unique in that it is the only muscle that isn't connected to bone at both ends.
അപ്പൊ ഞാൻ ശരിയല്ലേ? Which is also unique as it is the only bone not connected to any other bone in the body. അതായത് നമ്മളിപ്പോ പറഞ്ഞ ബോൺ ഇല്ലേ, ഇവിടെയുള്ള വി ഷേപ്പിലുള്ള ഹോയിഡ് എന്ന് പറയുന്ന ആ ഒറ്റൊരു ബോൺ മാത്രമേ ഉള്ളൂ ടങ്കില്. ഈ നമ്മൾ കാണുന്ന ടങ്കിന്റെ പോർഷനിൽ ഒന്നും ഇല്ല. ഓക്കെ, ഒറ്റൊരു ബോൺ ഉണ്ടെന്ന് പറയുന്നത് ഏറ്റവും താഴെ മറ്റു ബോൺസുകളായിട്ട് ജോയിൻ ചെയ്യാത്ത ഹോയിഡ് എന്ന് പറയുന്ന ഒറ്റൊരു ബോൺസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ കാണുന്ന പോർഷനിലൊന്നും ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദ റിബ് കേജ്. Take a deep breath and feel the bones on your chest. Okay, keep your hands like this way on your body, like this way, and take a deep breath. ഉള്ളിലേക്ക് ഒരു ശ്വാസം നന്നായിട്ട് അങ്ങ് വലിച്ചെടുത്തേ, വിട്ടേക്കല്ല പുറത്തേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഒരു ബോൺസ് ഒക്കെ അവിടെ എന്തൊക്കെയോ ഇങ്ങനെ തോന്നുന്നില്ലേ? നമ്മൾ ശ്വാസമൊക്കെ വിട്ട് കഴിയുമ്പോൾ നമുക്ക് അത്ര തോന്നിയില്ല, കാരണം നമ്മുടെ ബോഡി അപ്പൊ എന്ത് ചെയ്യുന്നു, ലാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ബോഡി ഇങ്ങനെ ചെറുതാവുന്ന പോലെ നമുക്ക് തോന്നും അല്ലേ? അപ്പൊ നമുക്ക് ബോൺസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്യാൻ യു ഫീൽ ഫ്ലാറ്റ് കർവ്ഡ് ബോൺസ്? ദീസ് ആർ യുവർ റിബ്സ്. അത് കാണണമെങ്കിൽ നിങ്ങളുടെ ബോയ്സിന്റെ ഒക്കെ ഷർട്ട് ഊരിയതിന്റെ ഈ പിന്നെ നോക്കിയല്ലോ അറിയാം. ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ എന്താ പറയണ്ടേ, മെലിഞ്ഞ് മെലിഞ്ഞ് ഓരോ ബോൺസും ക്ലിയർ ആയിട്ട് ഇത് കാണുന്ന കുട്ടികളില്ലേ? ഭക്ഷണം ഒന്നും കഴിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ മടിയൊക്കെ പിടിച്ച കുഞ്ഞുങ്ങളുടെ ഒക്കെ. നിങ്ങൾ അങ്ങനെയാണോ? കാണും, കാണാൻ പാടില്ല. You should eat well. Okay. എന്റെ ഹലീമക്കുട്ടി, ശരി, നോട്ട്സ് അയച്ചു തരാനുള്ള ബാക്കി എല്ലാ അമ്മമാരും നോട്ടുകൾ അയച്ചു തന്നേക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കാര്യം പശകാണേ. അതായത് ഇപ്പൊ ലാസ്റ്റ് ലെസൺ മിനിയാന്ന് തന്ന ലെസൻ്റെ ഒക്കെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരാം, സമയം തരാം. പക്ഷെ അതിന് മുന്നേ ഉള്ള ലെസൺ വരെ ഉള്ളത് എനിക്ക് കറക്റ്റ് കിട്ടിയിരിക്കണം. ഞാൻ ഇന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസം ഇന്ന് വ്യാഴാഴ്ചയാണ് ഞാൻ റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. ഏതൊക്കെ കുട്ടികൾ അയച്ചു തന്നില്ല എന്ന് പേര് സഹിതമാണ് സാറിനെ ഏൽപ്പിക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ. സോ റിബ് കേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇവിടെ ഇങ്ങനെ കുറെ കേർവ്ഡ് റിബ്സ് ആണ്. ഇവിടെ ചിത്രത്തിൽ കാണാൻ പറ്റും. സംതിങ് ലൈക്ക് ബെൻഡിങ്, സിൻഡിറ്റ്, വളഞ്ഞ രീതിയിലുള്ളതാണ്, കേർവ്ഡ് ആണ്. So these are your ribs. The ribs are thin, flat curved bones that form a protective cage around the organs in the upper part of the body. So this is the upper part of the body. So the delicate organs of the upper part of the body is protected by the ribs. This is called a rib cage. See, ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, റിബ് കേജ് എന്ന് പറയുന്നത്. ഒരു ബോണിന് നമ്മൾ റിബ് എന്ന് പറയും, രണ്ടെണ്ണുള്ള റിബ്സ് എന്ന് പറയും. ഓൾ ടുഗദർ വി വിൽ കോൾ ദാറ്റ് റിബ്സ്. ഇതിനെന്താ മലയാളത്തിൽ പറയുന്നത്? എന്താ, എല്ലും കൂടുന്നോ? വാരിയല്ല, പക്ഷെ അതിന് വേറൊരു പേരും കൂടെ പറയും, റിബ് കേജിന്. ഓക്കെ, ശരി. ദിസ് ഇസ് ഹാർട്ടിന്റെ വീട്. The rib cage consists of 24 bones arranged in 12 pairs. All of them are joined to the backbone at the back. ഇനി റിബ് കേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിബ് കേജ് എല്ലാം ജോയിന്റ് ആണ്, ഒന്ന് ജോയിൻ ടുഗദർ ആണ്. അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ ഇറ്റ് ഈസ് ജോയിന്റ് വിത്ത് ബാക്ക് ബോൺ ആൻഡ് ഫ്രണ്ടില് ഈ റിബിന്റെ ഇതുകൊണ്ട് there are 24 bones, means 12 pairs, 12 ജോഡികളാണ്. എന്നിട്ട് പറഞ്ഞാൽ പിന്നെ പെയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2. So if there are 12 pairs means 24 bones are there. Most of them are joined to the breastbone in front. The last 2 pairs that are not joined to the breastbone are called floating ribs. And ഇവിടെ നോക്കിക്കേ, ചിത്രത്തിൽ നോക്കിക്കേ, എല്ലാം ഈ ഫ്രണ്ടിലുള്ള ബ്രസ്റ്റ് ബോണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കണം. താഴത്തെ 2 എണ്ണം, അതായത് ഒന്നിങ്ങനെ വരുന്നതും ഇപ്പുറത്തെ വരുന്നതും, അത് ജോയിന്റ് ആയിട്ടില്ല. ഒരു ബ്രൗൺ കളറിൽ, എല്ലാം യെല്ലോയിഷ് കളറിൽ താഴെ വരുമ്പോഴത്തേനും അത് ബ്രൗൺ കളർ ആവുന്നുണ്ട് അല്ലെ, ഇൻസൈഡ് വണ്ണ്. ആ ചിത്രം നോക്കിയ പേജ് 98 9.4 എന്നുള്ള പിക്ചർ, അതിൽ ലാസ്റ്റ് വണ്ണ്, ദാറ്റ് വൺ പെയർ ഈസ് നോട്ട് ജോയിൻ ടുഗദർ. താഴത്ത് മാത്രം ജോയിൻ ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം ബ്രസ്റ്റ് ബോണുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അർജുൻ എവിടെയാ നോക്കുന്ന? പുസ്തകത്തിൽ നോക്കിയോ? ഒന്നുമില്ല. So these are called floating ribs. The rib cage protects the heart and lungs. It also protects the parts of the stomach and the kidneys also. Kidney ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. So friend, backbone is joined with the
rib cage is ribs bones are joined with the back side. It is joined with the backbone. പുറകുവശത്ത് അത് ബാക്ക് ബോണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. ഫ്രണ്ടിൽ അത് ബ്രസ്റ്റ് ബോണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. And there are 12 pairs. That means 24 bones are there, and the last one pair, 2 bones are not joined together. അത് ഈ ബ്രസ്റ്റ് ബോണുമായിട്ട് ജോയിൻ ചെയ്തില്ല, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഫ്രണ്ടിൽ വരും. ബാക്കിൽ അത് ബാക്ക് ബോണുമായിട്ട് ജോയിൻ ആണ്, ഫ്രണ്ടിൽ അത് നോട്ട് അറ്റ് ജോയിന്റ്. And it protects the lungs, heart, and the parts and stomach also, kidney, like kidney and all. Okay. Next, the limbs. Limbs means the hands and the legs. Nearly half of your bones are in your hands, wrist, feet, and ankles. So, നമ്മുടെ ബോഡിയിലുള്ള പകുതിയിൽ 206 bones are there, isn't it? In that, nearly half bones are there in our hands and legs and wrist, feet, and ankles. അതായത് കാലിലും കയ്യിലും മൊത്തത്തിൽ വിരലടക്കം എല്ലാത്തിലും കൂടിയാണ് പകുതി, ഏകദേശം പകുതിയോളം ബോൺസ് വരും നമ്മുടെ ബോഡിയിൽ. The longest bone of our body is the femur. Femur means ഏതാണ്? നമ്മുടെ തുടയൽ എന്ന് പറയുന്നത്, തൈ ബോൺ. ഫെമ്യൂർ ഓർ തൈ ബോൺ എന്ന് വെച്ചാൽ നമ്മുടെ തുടയല്ല, നമ്മുടെ അതായത് നമ്മുടെ ഈ ബട്ടക്സിന്റെ ഇവിടുന്ന് കാലിന്റെ മുട്ടിന്റെ അവിടെ വരെയുള്ള ഭാഗമാണ് നമ്മുടെ തുട എന്ന് പറയുന്നത്, അല്ലെ? അപ്പം ആ എല്ലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബോണോ ലോങ്സ്റ്റ് ബോൺ എന്ന് പറയുന്നത്. മറ്റു ഭാഗങ്ങളിലെല്ലാം വരുമ്പോൾ കാലിന്റെ ഇവിടെ ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ജോയിന്റുകൾ വരുന്നു. പക്ഷെ നമ്മുടെ തുടയുടെ അവിടെ മുതൽ കാലിന്റെ മുട്ടിന്റെ അവിടെ വരെയുള്ളതാണ് ലോങ്സ്റ്റ് ബോൺ. So which is the longest bone in our body? Femur or thigh bone. The lower half of the leg has the long shin bone and calf bone. The ankle and the feet have a number of small bones. Ankle എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണ് കാലിന്റെ? Which part is known as ankle? നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി എന്ന് പറയുന്ന ഭാഗമില്ലേ, അതല്ല, നമ്മുടെ കാലിന്റെ കണങ്കാൽ എന്നൊക്കെ പറയല്ലേ. നമ്മൾ കൊലുസൊക്കെ ഇടുന്ന ഭാഗം, ഗേൾസ് കൊലുസിടാറില്ലേ? ഉണ്ടോ? ഹലിമിക്കുണ്ടോ കൊലുസ്? ഇല്ലേ? അമ്മയോട് പറ, ഒന്ന് വാങ്ങിത്തരാം. ഞാനൊരു പെൺകുട്ടിയല്ലേ, എനിക്കൊരു കൊലുസൊക്കെ വാങ്ങിത്തരാം. കൊലുസ് എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താന്ന്? പാദസരം. ഓക്കെ, ആംഗ്ലറ്റ്. ഈ കൊലുസിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ആംഗ്ലറ്റ്. കാരണം ആംഗിൾ ഉപയോഗിക്കുന്ന ഒരു ഓർണമെന്റ് ആണ്. ആംഗിൾ എന്ന് പറയുന്നത് കൊലുസിടുന്ന ഭാഗത്തിനാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. ആ ഭാഗത്ത് ഇടുന്ന ഓർണമെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആംഗ്ലറ്റ് എന്ന് പറയുന്നത്. So the lower half of the leg has the long shin bone and the calf bone. The ankle and the feet have a number of small bones. നമുക്കറിയാം നമ്മുടെ കാലിന്റെ പാദത്തിലൊക്കെ കുറെ എല്ലുകളുണ്ട്. വിരലിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു എല്ലുകളുണ്ട്, അല്ലെ? നമ്മുടെ ടൈം ഇപ്പൊ കട്ടാവും, ക്ലാസ് കട്ടാവുമേ. The femur is attached to the hip bone through a hip joint. അതായത് നമ്മുടെ ഈ തൈ ബോൺ അല്ലെങ്കിൽ തുടയല്ല, ഫെമ്യൂർ എന്ന് പറയുന്ന ആ ബോൺ, ശരീരത്തിലെ ഏറ്റവും വലിയ ബോണ് നമ്മുടെ ബോഡിയിലെ ഹിപ്പ്, നമ്മുടെ ബട്ടക്സ് എന്ന് പറയുന്ന ഈ എന്താ പറയുന്ന മലയാളത്തില് ബാക്ക് ബോൺ ഒക്കെ ജോയിൻ ചെയ്യുന്ന ഭാഗമല്ല, ഇടുപ്പുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു ഹിപ്പ് ജോയിന്റുമായിട്ട്. ഓക്കെ, നെക്സ്റ്റ് കട്ടാകുമോ ഇപ്പം ക്ലാസ്? നമുക്കൊരു ക്ലാസ് കൂടി ഇല്ലേ, കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ലേ?